ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട പാലാരപതിയുടെ പ്രോട്ടോസും ജുലുസച്ച, വലിയ ബഹുമാനപ്പെട്ട വിചാരിച്ച അച്ഛന്മാരെ, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികരെ, കുർബാനയിൽ പങ്കെടുക്കുന്ന ഇതര വൈദികരെ, കുഞ്ഞുമാക്കൾ കുടുംബാംഗങ്ങളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അച്ഛനെക്കുറിച്ചുള്ള ഒരു വിശകലനം വീട്ടിൽ തടത്തിലച്ഛൻ നൽകിയതാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, എങ്കിലും ഞാൻ ഏതാനും ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മുൻ വലിയ പിതാവ് വരുമ്പോഴും തീർച്ചയായിട്ടും അച്ഛനെക്കുറിച്ച് സംസാരിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട്. കുഞ്ഞുമാക്കലച്ഛൻ ഈ ഇടവകയിൽ കുര്യൻ ത്രേസ്യ ദമ്പതികളുടെ മകനായിട്ട് ജനിച്ച് മൈനർ സെമിനാരിയിൽ ചേർന്ന് പഠിച്ച് പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെല്ലാം ഇവിടുത്തെ സ്കൂളുകളിലായിരുന്നു. പിന്നീട് മംഗലപ്പുഴ ആലുവ സെമിനാരിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി ഇവിടെ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ വലിയ പിതാവിൽ നിന്ന്, പള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച ആളാണ് 1980. പിന്നീട് അച്ഛന് പ്രണജ്ഞാനം അസ്റ്റേന്ത്യയായിരുന്നു. ലാലമ്പള്ളിയിലും പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അസ്റ്റേന്ത്യക്കടുത്ത് ശുശ്രൂഷ ചെയ്തു. വേഴാങ്ങാനം, കിഴക്ക്, അൽഫോൻസാപുരം തുടങ്ങിയ ചെമ്പിളാവ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വികാരിക്കടുത്ത സേവനവും അച്ഛൻ ചെയ്തു. അച്ഛന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ്. ഒരുപക്ഷെ സീറോ മലബാർ സഭയിൽ അച്ഛനെപ്പോലെ ഭാഗ്യം ലഭിച്ച വ്യക്തികളും അധികം കാണുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സെമിനാരിയായ മംഗലപ്പുഴയിൽ പഠിക്കാനും പിന്നീട് റോമിലെ ഏറ്റവും വലിയ സർവകലാശാലയായ അഗസ്റ്റീനോസ് സർവകലാശാലയിൽ ഉപരിപഠനം നടത്താനും അതേ തുടർന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും അതിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി PhD ബിരുദം നേടാനുമെല്ലാം അച്ഛന് സാധിച്ചു. അച്ഛന് LTH ഉണ്ട്, PH ഉണ്ട്, MST സുറിയാനി ഭാഷയിലുള്ള ഡിഗ്രി ഉണ്ട്. അതിനുശേഷം DPhil ഡോക്ടർ ഇൻ ഫിലോസഫി, അതൊരു കോമൺ ആയിട്ട് ഓക്സ്ഫോർഡ് സർവകലാശാല കൊടുക്കുന്ന വലിയൊരു ടൈറ്റിലാണ്. ഓക്സ്ഫോർഡിൽ പോയി ഡോക്ടർ ബിരുദം നേടി വന്നവരും അപൂർവമായിട്ട് ഇന്ത്യയിൽ കാണുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അച്ഛൻ ലോകപ്രസിദ്ധനായ സെബാസ്റ്റ്യൻ ബ്രൂക്കിൻ്റെ കൂട്ടത്തിലാണ് സുറിയാനി കൂടുതലായിട്ട് പഠിച്ചതും മാറപ്രയുവിനെ കുറിച്ച് അതിമനോഹരമായ PhD ഗ്രന്ഥം എഴുതി ഉന്നതമായ ബിരുദം നേടിയതുമെല്ലാം. അച്ഛന് പടവാതൂർ പൊന്റിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൗരസ്വിദ്യാപീഠത്തിൻ്റെ പ്രൊഫസറായിരുന്നു. പടവാതൂർ സെമിനാരിയുടെ പ്രൊഫസറായിരുന്നു. മറ്റ് നിരവധി ദൈവശാസ്ത്ര കേന്ദ്രങ്ങളിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. സിറി കോട്ടയം മലങ്കര കത്തോലിക്കാ സഭയുടെ വലിയ സുറിയാനി ക്യുമേനിക്കൽ കേന്ദ്രമാണ്. അവിടെ അധ്യാപകനായിട്ടും രജിസ്ട്രാറായിട്ടും ദീർഘകാലം അച്ഛൻ ശുശ്രൂഷ ചെയ്തു. അച്ഛൻ നല്ല റിസർച്ച് ഗൈഡായിരുന്നു, നല്ല എക്സാമിനറായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചോദ്യപേപ്പറൊക്കെ തയ്യാറാക്കുന്നതും അച്ഛനായിരുന്നു. ഇന്റർനാഷണൽ പട്രിസ്റ്റിക് കോൺഫറൻസിൻ്റെ അംഗമായിരുന്നു. മെമ്പർ ഓഫ് സിമ്പോസിയം സുറിയാക്കും അവർ വലിയ സീരീസിൻ്റെ പഠന സംവിധാനത്തിൻ്റെ ആളുമായിരുന്നു. അച്ഛന് അല്പം അനാരോഗ്യം ഉള്ള കാലം മുതൽ പലായിക്ക് തിരിച്ചു പോരാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അച്ഛന് നമ്മളുടെ ദയറ ബേസ് അപ്രയും നസ്രാണി ദയറ കപ്പന്തലിയിൽ സ്ഥാപിച്ചത്. അത് വലിയൊരു പഠന കേന്ദ്രമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത പുസ്തക കൂട്ടുകൾ അച്ഛനുണ്ട്, ഉറവിട പുസ്തകങ്ങൾ. അത് പറയമാക്കൽ ലൈബ്രറി എന്നാണ് അച്ഛൻ തന്നെ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് വലിയ
ആചാര്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളും കാര്യങ്ങളുമെല്ലാം പഠന കേന്ദ്രത്തിലും ദേറായിക്കുള്ളിലും ഉണ്ടായിരുന്നു. നിധിയിരിക്കൽ മാണിക്കത്തനാരോടുള്ള വലിയ ആഭിമുഖ്യം ചള്ളിയിലച്ഛനോട് ബ്ലാസിലച്ഛനോടെല്ലാം അച്ഛൻ്റെ രക്തത്തിൽ കിടക്കുന്ന കാര്യമായിരുന്നു. പിന്നീട് അച്ഛന് ബിയാനി ക്രിസ്റ്റ് ഹോമിൽ മുട്ടയറയിൽ 2019 മുതൽ വിശ്രമിച്ചു. അതിനുശേഷം മെഡിസിറ്റിയിൽ 2003 മുതൽ ആസാദിൽ ക്ലേരോ വൈദിക മന്ദിരം എന്നറിയപ്പെടുന്ന വലിയ സ്ഥാപനത്തിൽ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും അവിടെയും അച്ഛൻ എഴുത്തും വായനയും എല്ലാമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അച്ഛനൊരു അസാധാരണ വ്യക്തിയായിരുന്നു. ആരുമായിട്ട് അച്ഛനെ കമ്പയർ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആരോടെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പാറേമാക്കൽ തോമാക്കത്തനാരോടും നിധിരിക്കൽ മാണിക്കത്തനാരോടും പ്ലാസിഡ് ഒടിവാറി അച്ഛനോടും മാത്രമാണ്. മറ്റാരോടെങ്കിലും അദ്ദേഹത്തെ തുലനം ചെയ്യുന്നത് തോമാക്കത്തനാരെ ചെറുതാക്കുന്നത് പോലെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സാധാരണമായ ബൗദ്ധിക മികവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല തിയോളജിയനായിരുന്നു, നല്ല ഫിലോസഫറായിരുന്നു, നല്ല എക്യുമെനിസ്റ്റ് ആയിരുന്നു, നല്ല ഇൻഡോളജിസ്റ്റ് ആയിരുന്നു. ഇന്ത്യയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അറിയാം. അദ്ദേഹം നല്ലൊരു പോളിഗ്ലോട്ട്, നിരവധി ഭാഷകൾ, മൂലഭാഷകളും മോഡേൺ യൂറോപ്യൻ ഭാഷകളുമെല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. വളരെ ലളിതമായ ജീവിതം, നിരന്തരമായ വായന, പഠനം, നിരീക്ഷണം, വിലയിരുത്തൽ എല്ലാം അച്ഛൻ്റെ രക്തത്തിൽ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. ഔദാര്യ മനോഭാവത്തോടുകൂടി അച്ഛൻ ജീവിക്കുകയും മിതത്വം എല്ലാ കാര്യങ്ങളിലും പാലിക്കുകയും ചെയ്തിരുന്നു. വചനത്തിലൂടെയും പ്രകൃതിയിലൂടെയുമാണ് ദൈവത്തെ അറിയേണ്ടത് എന്ന് അച്ഛൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വലിയൊരു പണ്ഡിതൻ അതിൻ്റെ പുസ്തകപരമായ മേഖലയിൽ മാത്രമല്ല, ഈ രാജ്യത്തോടുള്ള ബന്ധത്തിൽ, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തോട്, അതിൻ്റെ ആധ്യാത്മിക പൈതൃകത്തോടെല്ലാം അച്ഛന് വലിയ അടുപ്പമുണ്ടായിരുന്നു. ദേറ ഒരു ഇന്ധനമാണ്. ആ ദേറായോട് ബന്ധപ്പെട്ട ധാരാളം യുവാക്കന്മാർ, ഫെബിനെ പോലെയുള്ള ആളുകളെല്ലാം ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കത്തി പടർന്ന് നമ്മളുടെ സഭയും സാർവത്രിക സഭയിലുമെല്ലാം എത്തേണ്ട ഒരു കാര്യമാണ്. അവിടെയായിരുന്നു നമ്മുടെ സെബസ്ത്യാനോസ് അച്ഛന് കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ക്രിസ്തു കുർബാനയ്ക്കുണ്ട്. അവിടെ അച്ഛൻ്റെ കൂട്ടത്തിൽ ജീവിച്ച് പഠിച്ച് ഔപചാരികമായ കാര്യങ്ങളെല്ലാം തീർത്ത് അഭിഷിക്തനായ ഒരു ദേറാക്കാരനാണ് സെബസ്ത്യാനോസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദേറായുടെ കാര്യസ്ഥന്മാരായിട്ടുള്ള അച്ഛന്മാർ 2 പേരും ഈ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ, അതിൻ്റെ ഡയറക്ടർ അച്ഛൻ ആൻഡ്രൂസ് അച്ഛന് ഔദ്യോഗിക കാര്യങ്ങൾ മൂലം പുറത്ത് പോയിരിക്കുകയാണ്. രാമപുരം വലിയൊരു കേന്ദ്രമാണ്. മഹാരഥന്മാർക്ക് ജന്മം നൽകിയ നാടാണ്. ചരിത്രപരമായിട്ടും പാരമ്പര്യ വഴികളിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴും അതുതന്നെയാണ് രാമപുരത്തിൻ്റെ പ്രത്യേകത. അവിടെ മാത്രമേ കുനമാക്കലച്ഛന് ജനിക്കാൻ പറ്റുമായിരുന്നുള്ളൂ എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടം പാറേമാക്കൽ തോമാക്കത്തനാരാൽ അനുഗ്രഹീതമായ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ടൂമ്പാണ് നമ്മളിവിടെ കിലായുടെ മുമ്പിൽ വലിയ പേടം പോലെ പണിത് ഉയർത്തി 2 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെ ടൂമ്പും ഇവിടെയാണ്. അവരുടെ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട തോമാക്കത്തനാരും സംസ്കരിക്കപ്പെടുന്നത് നമ്മളുടെ ഓർമ്മയ്ക്കായിട്ട്. അച്ഛൻ വലിയൊരു ലെജൻഡ ആണ്. ഇനി നമ്മൾ വായിക്കണം, പഠിക്കണം അച്ഛനെക്കുറിച്ച്. എങ്കിൽ മാത്രമേ അച്ഛൻ ആരാണെന്ന് ഈ സഭ മനസ്സിലാക്കുകയുള്ളൂ. നിരവധിയായ ചിന്തകൾ അച്ഛനിലുണ്ടായിരുന്നു. നസ്രാണിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് ഈ മോഡേൺ നസ്രാണികളെ കുറിച്ചെങ്കിലും പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട തോമാക്കത്തനാരാണ്. അച്ഛനിൽ ഒരു മിന്നൽ, ഒരു സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു.
അത് പറയമാക്കലും നിചീരിക്കൽ മാണിച്ചനുമൊക്കെ നമുക്ക് നൽകിയ ആ ദീപത്തിൽ നിന്നുള്ളതാണ്. അച്ഛൻ്റെ സിരകളിൽ നസ്രാണിത്വം എന്ന അഭിമാനബോധമാണ് ഓടിയിരുന്നത്. അച്ഛൻ ഉറവിട ഗ്രന്ഥങ്ങൾ മാത്രമേ വായിക്കുമായിരുന്നുള്ളൂ. സെക്കൻഡറി സോഴ്സസ് അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. എപ്പോഴും അച്ഛൻ്റെ അടുത്ത് റിസർച്ചിനായിട്ട് വരുന്നവരോട് മൂലഭാഷകളോടും മൂലഗ്രന്ഥത്തോടും ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് അച്ഛൻ എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു വലിയ ബന്ധത്തിൽ അച്ഛൻ അൽമായ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടുന്നതും നിരവധി അൽമായക്കാരെ ശിഷ്യ യൂത്തിനെ ഇതിൽ പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സുറിയാനി പഠിക്കാനും ചരിത്രം പഠിക്കാനും അങ്ങനെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് സത്യം അന്വേഷിക്കുവാനായിട്ടും അച്ഛനെപ്പോഴും നമ്മെ നിർബന്ധിക്കുമായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു, നമ്മുടെ കുർബാനയിലെ ഓരോ സുറിയാനി വാക്കും ഓരോ ഗ്രന്ഥം എഴുതാൻ തക്കവണ്ണം അർത്ഥമുള്ളതാണ്. അച്ഛൻ നമ്മുടെ കുർബാന ക്രമത്തെ തീവ്രമായിട്ട് സ്നേഹിച്ചിരുന്നു. 3 ക്രമങ്ങളാണല്ലോ നമുക്കുള്ളത്. അതെല്ലാം മൂലഭാഷയിൽ തന്നെ അച്ഛന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അച്ഛൻ മരണപ്പെട്ടത് തന്നെ നമ്മുടെ കുർബാനക്രമത്തിലെ ആദ്യത്തെ അദ്ദായിയാൻ മാറി അദ്ദായിയുടെ ഓർമ്മ ദിനത്തിലാണ് അച്ഛൻ മരിച്ചത്. അതും അച്ഛനോടുള്ളൊരു ബന്ധം ആഴത്തിൽ ഉള്ളതുപോലെ ആയതുകൊണ്ടുകൂടിയാണെന്ന് ഞാൻ കരുതുകയാണ്. ആ പുണ്യപ്പെട്ട ദിനത്തിൽ ഈ കുർബാനയെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റാരും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലില്ല. അച്ഛൻ്റെ ഒരു ആപ്തവാക്യമായിരുന്നു, ഏതെങ്കിലും ഒരു വാക്ക് കുർബാനയിലെ സുറിയാനിയിൽ നിന്നെടുക്കുക, ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ വിശുദ്ധ ബൈബിളിൽ നിന്നെടുക്കുക. അത് നമ്മൾ നിരന്തരം വായിച്ച് ഇരുന്നാൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ദേറാകളെ കുറിച്ചുള്ള ചിന്ത, മോണസ്ട്രികളുടെ പ്രാധാന്യം, പള്ളിമുറികൾ പോലും ദേറാകൾ പോലെയാണ് വരേണ്ടത് എന്നെല്ലാം പഠിപ്പിച്ചത് അച്ഛനാണ്. അച്ഛനതിനുള്ള ചങ്കുറ്റമുണ്ടായിരുന്നു. അച്ഛനത് കൊച്ചച്ഛനായിരുന്ന കാലത്ത് തന്നെ കാത്തോട്ടത്തച്ഛൻ്റെ അടുത്തും കുന്നപ്പള്ളി അച്ഛൻ്റെ അടുത്തും പുത്തമ്പരമൽപ്പാൻ്റെ അടുത്തുമെല്ലാം പിന്നീട് ബ്ലാസ് അച്ഛൻ്റെ അടുത്തുമൊക്കെ പോയി ഈ ഭാഷയും ഈ സംസ്കാരവും നല്ലപോലെ അച്ഛൻ പഠിച്ചു. അതുകൊണ്ടാണ് നിരവധി സ്ഥാപനങ്ങളിൽ അച്ഛനെ പഠിപ്പിക്കാനും അച്ഛൻ്റെ ശ്രദ്ധേയമായ കഴിവുകൾ കുറേയെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമൊക്കെ സാധിച്ചത്. അച്ഛൻ അക്ഷരാർത്ഥത്തിൽ സുറിയാനി സഭയുടെ, മലബാർ സഭയുടെ, നസ്രാണി സഭയുടെ വിളക്കാണ്. നുഹ്റ ദ് മലബാർ എന്ന എല്ലാ അർത്ഥത്തിലും പൊന്നുമാക്കലച്ഛനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമുക്ക് പലപ്പോഴും അച്ഛൻ്റെ ഡെപ്ത്, ആഴം മനസ്സിലാക്കാനായിട്ട് കുട്ടികൾക്കോ സഹപാഠികൾക്കോ അല്ലെ അതിനേക്കാൾ മുതിർന്നവർക്കോ ഒന്നും സാധിച്ചുവെന്ന് വരികയില്ല. അതിലച്ഛന് വിഷമവുമില്ല. നമ്മുടെ കഴിവുകൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്നോ എല്ലാവരും മൂലഭാഷ വായിക്കണമെന്നോ എന്നൊന്നും അച്ഛന് നിർബന്ധമില്ല. പക്ഷേ ഗവേഷണത്തിൽ ഏർപ്പെടുമ്പോൾ, കൂടുതൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മൂലഭാഷകളും അടിസ്ഥാനപരമായിട്ട് വിശുദ്ധ ബൈബിളും നമ്മൾ പഠിക്കണം, വായിക്കണം. അച്ഛനെ അവസാന നാളിൽ പോലും അച്ഛൻ്റെ മുമ്പിൽ വിശുദ്ധ ബൈബിളാണ്, അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഴ്ചയിൽ ഒന്നെങ്കിലും അച്ഛൻ താമസിച്ച സ്ഥലത്ത് ചെല്ലാറുണ്ടായിരുന്നു. ധാരാളം കാര്യങ്ങൾ അച്ഛന് ആദ്യ നാളുകളിലൊക്കെ വർത്തമാനം പറയും. പിന്നീട് അച്ഛനെ മുഴുവൻ നമുക്ക് കിട്ടാൻ വിഷമമാണ്. കൃത്യം അച്ഛൻ്റെ അടുത്ത് ഇരുന്നാലേ നമുക്ക് കിട്ടുകയുള്ളൂ. അച്ഛൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും സങ്കടങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മേഖലയും എല്ലാം അച്ഛൻ എന്നോട് വളരെ വിശദമായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് വലിയൊരു കൺഫെഷൻ പോലെ എനിക്ക് തോന്നിയിരുന്നു. അത്രമാത്രം ഹൃദയ ശുദ്ധിയോടുകൂടിയാണ് അച്ഛൻ ആ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും. ദേറായും ലൈബ്രറിയും അതിൻ്റെ സമ്പത്തുമെല്ലാം അച്ഛൻ പാലാ രൂപതയെ
ആണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കുണമാക്കലച്ചൻ നിർഭയനായ ഒരു വ്യക്തിയായിരുന്നു. ഈശോയെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അച്ഛൻ തുറന്ന് പറഞ്ഞിരുന്നു. അച്ഛന് ആശയങ്ങളുടെ ഒരു വ്യക്തിയായിരുന്നു. കുനമാക്കൽ ഹാസ് ഷാർപ്പ് ഐഡിയാസ്. ഐഡിയാസ് ഹാവ് കോൺസിക്വൻസസ്. അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഇൻസൈറ്റ്സ് ഉള്ള ആളുകൾ പറയുന്നതും എഴുതുന്നതും അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ ഒരു കോൺസിക്വൻസാണ് ഈ ആധുനിക നസ്രാണികളായ നമ്മുടെ സിറോ മലബാർ മക്കളിൽ ഒരു ആന്റിക്വിറ്റി ബോധം, പൗരാണികത്വത്തെക്കുറിച്ചും ശുദ്ധമായ പാരമ്പര്യത്തിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു റിനൈസൻസ്, ഒരു എഴുന്നേൽപ്പിന് ഇടയായത്. അതായിരുന്നു അച്ഛൻ്റെ ലക്ഷ്യം. സഹപാഠി കൂടിയായ പെരുമ്പ്രായിൽ തർശീസ് സാറിനോട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സ്ഥലമായിരുന്നു ദേറായിക്ക് നൽകിയത്. ആ ഒരു കാഴ്ചപ്പാട്, നമുക്കൊരു ദേറ വേണം, ചരിത്രം പഠിക്കണം, ശ്രീയാനി പഠിക്കണം, അപ്പോഴാണ് നമ്മുടെ ബൈബിളും നമ്മുടെ സഭയുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതാകുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സാധാരണമായ ബുദ്ധി വൈഭവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലയിലും വായനയിലും വായിച്ചു കിട്ടുന്ന ആശയങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിലുമെല്ലാം. റോമില് കരിയാറ്റി അച്ഛൻ പഠിച്ചിരുന്ന കാലത്ത് അന്നത്തെ ലോകപ്രസിദ്ധനായ അസെമാനി എന്ന മറോനീത്ത സഭയിലെ പണ്ഡിതനായ വൈദികൻ ആ കൊച്ചിനെക്കുറിച്ച്, 13 വയസ്സ് മാത്രമുള്ള നമ്മുടെ സെമിനാരിയിൽ പഠിക്കുന്ന കൊച്ചിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഉദയം പേരിലൂടെ സുറിയാനി സഭയ്ക്കും ലിറ്റർജിക്കും വന്ന നഷ്ടങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാൾ ജോസഫ് കരിയാറ്റിയാണ്. എന്റെ പൂർണ്ണമായ ബോധ്യം സിറോ മലബാർ സഭയ്ക്ക് ഇത് ഉച്ചത്തിൽ കുനമാക്കൽ അച്ഛനെക്കുറിച്ച് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് കുനമാക്കൽ കത്തനാരുടെ മഹത്വം എന്തായിരുന്നുവെന്നും അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 3 വലിയ ഫിഡലിറ്റീസ് അദ്ദേഹത്തിൽ ഇന്നും ഉണ്ടായിരുന്നു. ഒന്ന് പറയമാക്കൽ തോമാക്കത്തനാർ ഫിഡലിറ്റി, 2 നിധീരിക്കൽ മാണിക്കത്തനാർ ഫിഡലിറ്റി, 3 പ്ലാസിഡ് പൊടിവാറ ഫിഡലിറ്റി. ഈ ഫിഡലിറ്റീസാണ് ഈ സഭയുടെ അർത്ഥവും ആഴവും അതിൻ്റെ ഭാവിയും വായിച്ചെടുക്കാനായിട്ട് അദ്ദേഹത്തെ യോഗ്യനാക്കിയത്. ഈ അടുത്ത നാളിൽ അദ്ദേഹത്തിന് വലിയ പദവി, ഇന്ത്യയുടെ വലിയ മൽപ്പാൻ എന്നുള്ള പദവി ലഭിച്ചല്ലോ. മൽപ്പാന റംബ ദുഹെന്തോ, ഇന്ത്യ മുഴുവൻ്റെയും വലിയ മൽപ്പാൻ. അദ്ദേഹം വർഷങ്ങൾ ചിലവഴിച്ച സീറിയിലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ ഡിഗ്രി അവാർഡാണത്. അന്ന് ഭാഗ്യവെച്ചാൽ സുറിയാനി സഭയുടെ തലവനായ പാത്രിയാർക്കീസ് ഇഗ്നാസ് മൂസ യൗനാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ വലിയ അവാർഡ് അച്ഛന് സമർപ്പിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, സത്യവിശ്വാസത്തിൻ്റെ വിസ്തൃതനായ പോരാളിയും ഭാരതത്തിൻ്റെ വലിയ മൽപ്പാനും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അച്ഛൻ സത്യവിശ്വാസത്തിനു വേണ്ടി നിരന്തരമായിട്ട് യുദ്ധം ചെയ്ത ഒരാളാണ്. അത് അച്ഛൻ്റെ ചാച്ചനും അമ്മയ്ക്കുമൊക്കെ അത് ഇഷ്ടമായിരുന്നു. എനിക്ക് അവരെ രണ്ടുപേരെയും നല്ല പരിചയമുണ്ടായിരുന്നു. അവരുടെയും സംസ്കാര ശുശ്രൂഷകൾ ഞാനാണ് നടത്തിയത്. അതുപോലെ അച്ഛനോട് ബന്ധപ്പെട്ട അച്ഛൻ്റെ ജ്യേഷ്ഠൻ ആഗസ്റ്റിച്ചേട്ടന്, ഭാര്യ, അവരുടെ മകന്, പെങ്ങള് റോസമ്മ, അനുജൻ ജോസ് കുര്യൻ, ഇവരെല്ലാം ഈ അച്ഛൻ്റെ ഈ സിദ്ധികൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, അച്ഛനറിയാവുന്ന നമ്മുടെ പുരാതന പള്ളികളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ പർഷോൺ ഭാഷയിലും അല്ലെങ്കിൽ അതുപോലുള്ള ഇതര ഭാഷയിലുമൊക്കെ ഉള്ളത് വായിച്ചെടുക്കാൻ ഈ ലോകത്തിലറിയാവുന്ന ഏകയാൾ നമ്മുടെ അച്ഛനായിരുന്നു, കുനമാക്കൽ കത്തനാരായിരുന്നു. കാരണം അദ്ദേഹത്തിന്
സുറിയാനിയുടെ എല്ലാ മാനങ്ങളും എസ്രാങ്കലിയും പൗരസ്ത്യ സുറിയാനിയും പാശ്ചാത്യ സുറിയാനിയും കർഷോൻ ഭാഷയും ആ കൂട്ടത്തിൽ ഗ്രീക്കും ലത്തീനും ഹീബ്രുവും അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു വാക്ക് ഈ മറ്റ് സംസ്കാരങ്ങളിലൂടെ ആ ഭാഷകളിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് താരതമ്യം ചെയ്ത് പഠിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് വലിയൊരു കാര്യമായിരുന്നു. അദ്ദേഹം എന്നോട് പലപ്പോഴും പറയുമായിരുന്നു, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് ആൻ ഈസി റോഡ്. ക്രൈസ്തവികത എളുപ്പമുള്ളൊരു വഴിയല്ല. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ക്ലൈം. വളരെ പ്രയാസം പിടിച്ച ഒരു മലകയറ്റമാണത്. ആ മല കയറുമ്പോഴാണ് ക്രിസ്തീയതയുടെ ആ മാന്യത മനസ്സിലാക്കാനും വിലയിരുത്താനുമൊക്കെ സാധിക്കുന്നത്. എൻ്റെ ഉത്തമമായ ബോധ്യം കാപ്പന്തല തേറ ആദിമസഭയിലെ നിസിബിസ്, എദേശ തുടങ്ങിയ സ്കൂളുകളുടെ തുടർച്ചയാണ്. ഒരുപക്ഷെ ഭാവിയിൽ അതിന് ഖ്യാതി കിട്ടിയേക്കും. അവിടെയാണ് നമ്മുടെ സെബസ്ത്യാനോസ് ദേറാക്കാരനൊക്കെ ഒരുക്കപ്പെട്ടത്. അവിടെയാണ് നമ്മുടെ അച്ഛന്മാരിപ്പോൾ 2-3 പേര് സ്ഥിരമായിട്ട് താമസിക്കുന്നത്. അതുവഴി നമുക്ക് ഈ പുരാതന കാലത്തെ സുറിയാനി പഠന കേന്ദ്രങ്ങളെക്കാൾ മുമ്പോട്ട് പോകാൻ സാധിക്കും. കാരണം എന്താണെന്നറിയാവോ, അവിടെ കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ വന്ന് പഠിക്കുന്നുണ്ട്. മുതിർന്നവർ മാത്രമല്ല, സ്കോളേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ സീറിയൽ സിമ്പോസിയത്തിന് വരുന്ന ആളുകൾ മാത്രമല്ല, ആ അയൽപക്കത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ വന്ന് സുറിയാനി എഴുതാനും വായിക്കാനും പഠിക്കാനും പാട്ടുപാടാനും തുടങ്ങിയപ്പോൾ അതൊരു റെനൈസൻസാണ്, നവോത്ഥാനമാണ്. അവരിലൂടെ അല്ലെങ്കിൽ അച്ഛൻ മനസ്സിൽ കണ്ട ആ കാഴ്ചകളിലൂടെ നമുക്ക് നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ ലിറ്റർജിക്കും അടിസ്ഥാനപരമായ മാനങ്ങൾ ഇനിയും ഉണ്ടാകും. അച്ഛൻ എന്നോട് വാക്കിലൂടെ അച്ഛൻ്റെ വ്രതസംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, എഴുതി തന്നിരുന്നു. നമ്മൾ അതെല്ലാം പാലിച്ചാണ് അച്ഛനെ ഇവിടെ കിടത്തിയിരിക്കുന്നത്. വളരെ ലളിതമായ ഒരു പെട്ടി, അതിലച്ഛന് ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാം, വ്രതശരീരത്തിൽ പൂക്കളും പട്ടു വസ്ത്രങ്ങളും ഒന്നും വയ്ക്കരുത്. അച്ഛൻ്റെ ആഗ്രഹം വെള്ളത്തുണിയും ഒരു വെള്ള കമ്മീസും, അതാണ് അച്ഛനത് കരുതി വെച്ചിരുന്നു. ഒരു ബാഗിനകത്ത് അത് കരുതി കപ്പന്തല തേറായിൽ ഈ ഫെബിനെയും ഇവിടുത്തെ അച്ഛന്മാരെയും ഒക്കെ ദയിപ്പിച്ചിരുന്നു. അച്ഛൻ ജീവിച്ചിരുന്നപ്പോഴും ആ മരണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. സ്വർഗത്തിൽ എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് അതിലച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ വെള്ളവസ്ത്രവും ഈ വെളുത്തി ഒരു കാലുറയും അച്ഛൻ്റെ കയ്യിൽ വേണ്ടത് സ്ലീവായാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അച്ഛൻ എഴുതിയും വെച്ചിരുന്നു. കാരണം സ്ലീവായാണിത്, ഉത്ഥാനം ചെയ്ത ഈശോയാണത്, സ്വർഗത്തിലേക്കാണ് പോകുന്നത്, പർദീസായിലേക്കാണ് പോകുന്നത്. അപ്പോൾ കയ്യിൽ വേണ്ടത് ഈ സ്ലീവായും ശിരസിൽ അദ്ദേഹത്തെ നമ്മൾ അണിയിച്ചിട്ടുള്ള ആ വസ്ത്രത്തിൻ്റെ ഭാഗം ശിരസിൻ്റെ കീഴേ ഉണ്ട്. മുഖം മൂടുന്നത് ശ്വസപ്പ കൊണ്ടല്ല, ഈ വസ്ത്രത്തിൽ തന്നെയുള്ള ശിരോവസ്ത്രം നമ്മളെടുത്ത് മുമ്പോട്ട് വയ്ക്കുമ്പോൾ അച്ഛൻ്റെ മുഖം ഈ ലോകത്തിൻ്റെ കാഴ്ചകൾ മറയ്ക്കപ്പെടുകയാണ്. അച്ഛൻ പരലോകത്തിലേക്ക് പോവുകയാണ്. അവിടെ ഈ സ്ലീവായുമായിട്ട് അദ്ദേഹം എന്തിനു വേണ്ടിയാണോ ശരിക്കും യുദ്ധം ചെയ്ത് സമരം ചെയ്ത്, ഈ സ്ലീവായ്ക്ക് വേണ്ടിയായിരുന്നു. ഉദ്ധിതനായ ഈശോയുടെ അതിൻ്റെ മർമ്മം എന്താണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് വേദപുസ്തകം വായിക്കണം, ജീവിതം ലളിതമായിരിക്കണം, വാക്കുകൾ മൂർച്ചയുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അച്ഛൻ്റെ ആ ഒരു വലിയ ശുശ്രൂഷ ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെയേറെ ഉപകാരപ്പെടും. അത് തുടരാൻ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ തയ്യാറാണ് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അച്ഛൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, ദിവംഗതനായത് തോമാശ്ലീഹായുടെ ശിഷ്യനായ മർദായിയുടെ ഓർമ്മ ദിനത്തിലായിരുന്നു. അതും അച്ഛൻ്റെ ശ്ലീഹായോടും ശ്ലീഹായുടെ ശിഷ്യനായ ഈ അദ്ദായിയോടുമുള്ള ആ ബന്ധമാണെന്ന് ഞാൻ കരുതുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ ഉണ്ടല്ലോ, നേഷൽ ആപ്പ് ഹനൻ മൂസ് അമ്മേ, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം.
നേഴ്സൽ ആപ്ഹനൻ, നമുക്കും പോകാം, നമുക്ക് മരിക്കാം. ഈശോയെ കാണാതെയുള്ള ജീവിതം ക്ലേശകരമാണ്. അതിലും മഹത്തരം ഈശോയോടുകൂടെ മരിക്കുകയാണ്. രക്തസാക്ഷിത്വത്തിന്റെ വലിയൊരു ചിന്തയാണ് അച്ഛൻ നമുക്ക് അവിടെ നൽകിയത്. ഇന്ന് അച്ഛൻ അവനോട് കൂടെ പോയി മരിച്ചിരിക്കുകയാണ്. ഈശോയുടെ കൂട്ടത്തിലാണ്. സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും, മോക്ഷത്തിലായിരിക്കും. ആ മോക്ഷമായിരുന്നു അച്ഛൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത. അങ്ങനെ നമ്മൾ അച്ഛനെ മനസ്സിലാക്കുമ്പോൾ അച്ഛൻ്റെ തിരുവചന പരിചയവും ചരിത്രബോധവും ആക്ഷാമികവും എല്ലാം ഒരു കാലത്തും ഈ സഭ മറക്കരുത്. അച്ഛൻ്റെ പേരിൽ നിരവധി സ്ഥാപനങ്ങളിൽ സീറി ഉൾപ്പെടെ കുനമാക്കൽ ചേഴ്സ് സ്ഥാപിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അച്ഛനെ പഠിക്കാതെ നമുക്ക് സുറിയാനിയോ നമ്മുടെ ചരിത്രമോ അല്ലെങ്കിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഈവൻ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും പഠിക്കാൻ നമുക്ക് സാധ്യമല്ല. അതെല്ലാം അച്ഛൻ പഠിച്ച് മനസ്സിലാക്കി. എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട് തോമാസ് ശ്ലീഹായെക്കുറിച്ച് പറയുമ്പോൾ, ശ്ലീഹ ഈ രാജ്യത്തുകൂടി നമ്മുടെ നാട്ടിലൂടെ കടന്നു പോയ അല്ലെങ്കിൽ കടന്നുപോയി എന്ന് പാരമ്പര്യം സാക്ഷിക്കുന്ന ആ വഴികൾ, ആ റൂട്ട്, അന്നുണ്ടായിരുന്ന ജലാശയങ്ങൾ, ആ ജലാശയത്തിന്റെ സമീപത്തുള്ള പട്ടണങ്ങൾ, ലോകത്തിൽ മറ്റാർക്കും അതുപോലെ രേഖപ്പെടുത്താൻ പറ്റില്ല. അത്ര പ്രൗഢോജ്വലമായ രീതിയിൽ ഈ രാജ്യത്തിന്റെ കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഞങ്ങളുടെ വാക്കുകൾ സംഹരിക്കുകയാണ്. നമുക്ക് സമയം മുമ്പോട്ട് പോകുന്നു. ഒന്ന് രണ്ട് കുഞ്ഞു കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. മൽപ്പാന്മാരുടെ സംസ്കാര ശുശ്രൂഷയിലെ മദ്രാശിയിൽ മനോഹരമായ ഒരു ഗീതമുണ്ട്. ഞാനതിൻ്റെ ആശയം എന്ന് പറയാണ്. നേശൽ ബസ്ലാമ മൽപ്പാന നേശൽ സ്ലാമ സർവാന മാറാദഗ്നാമാകുൽപ്പാനേ ഉംലാഹേദേലാഗ്ബഹിനോനാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ കർത്താവേ മമ രാജാവേ എന്ന് പാടുന്നത് പോലെയാണ്. സെൽബസ്ലാമ മൽപ്പാന, മൽപ്പാനെ സമാധാനത്തോടുകൂടി പോകുക. സെൽബസ്ലാമ സറാന, ഉപദേശകനായ മൽപ്പാനെ നീ സമാധാനത്തോടുകൂടി പോവുക. തന്റെ പഠനങ്ങളിൽ നിന്നെ ജ്ഞാനിയാക്കിയ കർത്താവ് ഈശോ നേരിട്ട് പഠിപ്പിച്ച് വിവേകം കൊടുത്തതുപോലെ നിന്നെ തന്റെ മണവറയിൽ സന്തോഷിപ്പിക്കട്ടെ. അതിമനോഹരമായ മധുരാശയാണത്. മൽപ്പാനെ സമാധാനത്തോടുകൂടി പോവുക, ഉപദേശക സമാധാനത്തോടെ പോവുക. നിന്നെ തന്റെ മണവറയിൽ ഈശോ സന്തോഷിപ്പിക്കട്ടെ. വിവേകമുള്ള മൽപ്പാന്മാര്, യുൽപ്പാന പ്രബോധനം നൽകിയ വിവേകവതികളായ മൽപ്പാന്മാരുടെ കൂട്ടത്തിൽ നിന്നെയും സംരക്ഷിക്കട്ടെ. അടുത്ത ലൈന് കർത്താവേ മമ രാജാവേ എന്നുള്ള ആ രീതിയിലാണതും നമുക്ക് എളുപ്പത്തിൽ വായിക്കാവുന്നത്. അംശീഷാദവേ സവ്രാഹം, അബ്രാഹത്തിന്റെ കൂട്ടത്തിലേക്ക് പോവുക. വപ്രേം ഓ നർഷേ മൽപ്പാന, അപ്രേമിന്റെയും നർസായുടെയും കൂട്ടത്തിലേക്ക് പോവുക. അവിടെ തങ്ങളുടെ അധ്യാപനത്താൽ ലോകത്തെ പ്രകാശിപ്പിച്ച ആളുകളാണിവര്. അബ്രാഹവും അപ്രേമും നർസയും ആ മൽപ്പാന്മാരുടെ കൂട്ടത്തിൽ. അവസാനം അമുഹോൻ, നെബ്കോദ്, ബൂസാമാഹ്, അവരോടൊപ്പം കർത്താവ് നിന്നെ ശാന്തിയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. തോമാച്ചന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്കായിരുന്നു ശാന്തി. ശൈന ശ്ലാമ, ശാന്തിയും സമാധാനവും. ആ ശാന്തിയിലേക്കാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ
മൗതികമായ കൂട്ടായ്മയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ മാതാപിതാക്കളെയും ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചിരുന്നല്ലോ, സഹോദരങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. 2 സഹോദരങ്ങളും പെങ്ങളും ഭർത്താവും. ജ്യേഷ്ഠൻ്റെ മകൻ നിരവധി തവണ മെഡിസിറ്റിയിലെ ആശുപത്രിയിലും അച്ഛൻ്റെ കൂട്ടത്തിൽ വരികയും അതുപോലെ ജ്യേഷ്ഠനും ആകർഷിച്ചേട്ടനും എല്ലാം അവരച്ഛനെ വലിയൊരു താല്പര്യത്തോടുകൂടി അച്ഛൻ്റെ ജാക്ഷൻ തന്നെ കാപ്പന്തല തേറായിൽ പലതവണ വന്നതും ഒന്നിച്ച് സംസാരിച്ചതും ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അതൊരു വലിയൊരു പൈതൃകമായിരുന്നു ഈ തറവാടിൻ്റെ, ഈ രൂപതയുടെ, ഈ സഭയുടെ എന്ന് ഞാൻ പറയും. അച്ഛനെ ഈ ഇടവകയ്ക്കോ ഈ രൂപതയ്ക്കോ മാത്രം മനസ്സിലാക്കി നിർത്താൻ പറ്റുന്ന ആളല്ല. അച്ഛൻ്റെ ആ നുഹറ, ആ വെളിച്ചം അനശ്വരമായിട്ട് വരും കാലങ്ങളിൽ, വരും തലമുറയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് ഉപകാരപ്പെടും എന്നെനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അച്ഛൻ ജീവിതത്തിൽ കൊണ്ടു നടന്ന വലിയ പിതാക്കന്മാരുടെ പേരുകൾ ഞാൻ പറഞ്ഞു. നമ്മുടെ വലിയ പിതാവിനോടും ഉള്ളിക്കാപ്പറമ്പിൽ പിതാവിനോട് വലിയ ഇഷ്ടമായിരുന്നു. പിതാവിന് യാത്ര ചെയ്യാനൊക്കെ പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിതാവിൻ്റെ പ്രാർത്ഥനയും ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അച്ഛനെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അച്ഛൻ മോക്ഷത്തിലേക്കാണ് പോകുന്നത്. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളും. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛൻ്റെയും പരിശുദ്ധ അൽഫോൻസാമ്മയുടെയും മധ്യസ്ഥവും പ്രാർത്ഥനയും അച്ഛനോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.